നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പോലും നാട്ടിലേക്ക് മടങ്ങാൻ രജിസ്റ്റർ ചെയ്ത പ്രവാസികളുടെ പേരും മറ്റു വിവരങ്ങളും സ്വകാര്യ ഏജൻസികളിലേക്ക് ചോരുന്നതായി റിപ്പോർട്ട്. നാട്ടിലേക്ക് മടങ്ങാനുള്ള വിമാനത്തിൽ അവസരം തേടി എംബസിയുടെയും ക്വാറന്റൈൻ സൗകര്യത്തിനായി നോർക്കയുടെയും ഫോമുകൾ പൂരിപ്പിച്ച പലർക്കും നാളിതുവരെ എംബസിയിൽ നിന്ന് വിളിയെത്തിയിട്ടില്ല. എങ്കിലും വിമാന സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്വകാര്യ ഏജൻസികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വിളിയും സന്ദേശങ്ങളും നിരന്തരമായി എത്തുകയാണ്. വന്ദേ ഭാരത് വിമാനത്തിൽ 750 ദിർഹം മാത്രമാണ് നിരക്കെ 1500 ദിർഹം വരെയാണ് നാട്ടിലേക്ക് മടങ്ങാൻ വഴി കാണാതെ ദുരിതത്തിലായ പ്രവാസികളിൽ നിന്ന് ഇത്തരത്തിലുള്ളവർ ആവശ്യപ്പെടുന്നത്. കേരള സർക്കാരിന്റെ നോർക്ക വിമാനം ചാർട്ടർ ചെയ്യുമെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്നാൽ ഇന്നലെ പല ആളുകൾക്കും നോർക്ക റൂട്ട്സിൽ നിന്ന് എന്ന മുഖവുരയോടെയാണ് വിളി വന്നത്. എംബസി, നോർക്ക എന്നിവർക്ക് പുറമെ ചില സന്നദ്ധ സംഘടനകളും ട്രാവൽ ഏജൻസികളും ലോക്ക്ഡൌണിന്റെ ആദ്യഘട്ടത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ താല്പര്യമുള്ളവരുടെ വിവരശേഖരണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡാറ്റ ചോർന്നത് എവിടെ നിന്നാണെന്ന് കണ്ടെത്തുക പ്രയാസമാണ്. പക്ഷേ ഈ വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത് കഷ്ടപ്പെടുന്ന പ്രവാസിയെ പിടിച്ചുപറിക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ആവശ്യത്തിന് വിമാനങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ വൈമനസ്യം തുടരുന്നതിനാൽ തന്നെ അമിത നിരക്ക് ഈടാക്കുന്ന ചൂഷകർക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. മുൻനിര സാമൂഹിക സംഘടനകളായ KMCC, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, മറ്റ് എമിറേറ്റുകളിലെ ഇന്ത്യൻ അസോസിയേഷനുകൾ എന്നിവയെല്ലാം തന്നെ പരമാവധി കുറഞ്ഞ നിരക്കിൽ ആളുകളെ നാട്ടിലെത്തിക്കാൻ വിമാനങ്ങൾ ചാർട്ടർ ചെയ്തു വരികയാണ്. എന്നാൽ അവർ ഈടാക്കുന്നതിനേക്കാൾ 100 മുതൽ 500 ദിർഹം അധികമാണ് മറ്റ് പല ഏജൻസികളും ഈടാക്കുന്നത്. വിമാനത്തിന് അനുമതി ലഭിച്ചിട്ടില്ലാത്തവർ പോലും പണം പിരിക്കുന്നതായി സൂചനയുണ്ട്. വിമാനത്തിലേക്ക് ആളുകളെ കമ്മീഷൻ വ്യവസ്ഥയിൽ ക്യാൻവാസ് ചെയ്യുന്നവരും സജീവമാണ്. ഇത്തരം ചതിയിൽ പെടരുതെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.